ഒരു രാത്രി കൊണ്ട് വന്നതല്ല ഈ ഡയബറ്റിക്സ്. അതെ, ഒരു രാത്രി കൊണ്ട് വന്നതല്ല ഈ ഹാർട്ട് അറ്റാക്ക്. ഒരു രാത്രി കൊണ്ടും അല്ല ഈ BP വന്നത്. അല്ല, ഇതൊരു പ്രോസസ്സായിരുന്നു. നമ്മളൊരു അസുഖത്തിലേക്ക് വരുന്നത് ഒരു ഓവർനൈറ്റിൽ വരുന്ന ഒരു ഇഷ്യൂ അല്ല. ഒരിക്കലും ഒരാൾ ഓവർനൈറ്റിൽ ഒരു അസുഖക്കാരനായി മാറില്ല. അതിന് അതിൻ്റേതായ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. സാധാരണ പറയുന്ന ഒരു മിനിമം ഒരു 10 ഇയേഴ്സിൻ്റെയെങ്കിലും ഒരു ഹിസ്റ്ററിയിലൂടെ നമ്മുടെ ഒരു കൾമിനേറ്റീവ് റിസൾട്ടിലാണ് നമ്മളൊരു അസുഖത്തിലേക്ക് വന്ന് ചേരുന്നത്. അപ്പോൾ അത് പൊതുവെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ കാരണവും അതിനകത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ജീവിതശൈലിയുടെയും ഭക്ഷണ രീതികളുടെയും ഒരു അപാകതകൾ കൊണ്ട് എത്തിച്ചേരുന്ന ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഈ ഒരു ജീവിതശൈലി. ഒരു രാത്രി കൊണ്ട് വന്നതല്ല ഈ ഡയബറ്റിക്സ്. അതെ, ഒരു രാത്രി കൊണ്ട് വന്നതല്ല ഈ ഹാർട്ട് അറ്റാക്ക്. ഒരിക്കലും അല്ല. ഒരു രാത്രി കൊണ്ടും അല്ല ഈ BP വന്നത്. അല്ല, ഇതൊരു പ്രോസസ്സായിരുന്നു. അത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് പൊതുവേ ആളുകൾ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷനിലാണ് ആദ്യം വന്ന് ചേരുന്നത്. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത് ദർ ഇസ് സം പ്രോബ്ലം അലാമിങ് എന്നുള്ളത്. പക്ഷേ നമ്മൾ പൊതുവേ ആളുകൾ കാണുന്നത് അത് തുടക്കമാണ്, അത് വലിയ കുഴപ്പമില്ല, നമുക്ക് വി ക്യാൻ ഈസിലി മാനേജ് ഫോർവേഡ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാച്ചുറോപ്പതിയുടെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു മിനിമം 10 to 15 വർഷത്തിൻ്റെ ഒരു കാലപ്പഴക്കമുണ്ട് ആ ഒരു ഇഷ്യൂയിലേക്ക് വരാൻ വേണ്ടി. പലപ്പോഴും നമ്മൾക്കൊക്കെ ആ ഒരു ആരോഗ്യത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സിഗ്നൽസും വന്ന് കാണും. പക്ഷെ നമ്മൾ അറിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഇഗ്നോർ ചെയ്തായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത് ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഒരു പ്രോപ്പർ കെയറിങ് എടുത്തിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതികളും കുറച്ച് മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുവരാമായിരുന്നു.